ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത്. ജാർഖണ്ഡിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവിഭാഗങ്ങളുടെ പോരാട്ടത്തെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ അട്ടപ്പാടിയിലെ കാർത്തുമ്പിക്കുട നിർമ്മാണം ലോക്കൽ ഫോർ വോക്കലിന് ഉത്തമ ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഒരുപക്ഷേ മുൻപത്തേതിനേക്കാൾ ഒക്കെ തന്നെ വളരെയധികം വ്യത്യസ്തമാണ് ഇത്തവണത്തെ ഈ ഒരു മൻ കി ബാത്ത് എപ്പിസോഡ്. വളരെയധികം നിർണായകമായുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ മൻ കി ബാത്ത് പരിപാടിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്ന് തുടക്കത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഏർപ്പെട്ട രാജ്യത്തെ പൗരന്മാർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയുണ്ടായി. ഭരണഘടനയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വോട്ടവകാശം വിനിയോഗിച്ച മുഴുവൻ ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പിന്നീട് വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊപ്പം വിവിധ വിഷയങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ജനങ്ങൾ കൈവരിക്കുന്ന നേട്ടങ്ങളും എടുത്തു പറയുന്നതായിരുന്നു ഇത്തവണത്തെ മൻ കി ബാത്ത്. അതിൽ ഏറ്റവും പ്രധാനമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ, രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന പ്രതികരണങ്ങളും ഒപ്പം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ സംബന്ധിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഈ ഒരു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അമ്മയ്ക്കായി ഒരു മരം എന്നൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട്. ഓരോ അമ്മമാർക്കുമായി മരം നടുക എന്നുള്ള അത് എല്ലാ പൗരന്മാരും ഏറ്റെടുത്തുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച ക്യാമ്പയിൻ പൂർണ്ണമാക്കണം, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ പൂർണ്ണമായി മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. ഒപ്പം കേരളവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം എടുത്ത ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. പാലക്കാട് അട്ടപ്പാടി മേഖലയിൽ വനവാസി വിഭാഗത്തിലെ സ്ത്രീ സമൂഹം ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭം കാർത്തുമ്പി കുടകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ആ ഒരു സംരംഭത്തെ അഭിനന്ദിക്കുന്നു. ഒപ്പം വിപണിയിൽ വലിയ മൂല്യം കണ്ടെത്താൻ, അല്ലെങ്കിൽ ആ കുടകൾക്ക് ഏറെ ആവശ്യക്കാരേറുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കുകയും അതിൽ വിപണിയിൽ വലിയ മൂല്യം കണ്ടെത്തുന്നു എന്നുള്ളത് പ്രശംസ അർഹിക്കുന്ന, അല്ലെങ്കിൽ ആശംസ അറിയിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഒപ്പം അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് ഇപ്പോൾ ലോകം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അത് ആഘോഷിക്കുകയാണ്. അത് ഭാരതത്തിന് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കൂടാതെ അടുത്ത മാസം വരാനിരിക്കുന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. ഇത്തവണ കൂടുതൽ മെഡലുകൾ, അല്ലെങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ മുഴുവൻ രാജ്യവും കാത്തിരിക്കുകയാണ്. കൂടാതെ ഇത്തവണ കൂടുതൽ ഇനങ്ങളിൽ, കഴിഞ്ഞ തവണകളിലെല്ലാം ഭാരതത്തിന്റെ താരങ്ങൾ പങ്കെടുക്കാതിരുന്ന കൂടുതൽ ഇനങ്ങളിൽ ഇത്തവണ ഭാരതത്തിന്റെ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ആശംസ അറിയിക്കുന്നു എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആകാശവാണിയിലെ സംസ്കൃതം വാർത്താ ബുള്ളറ്റിൻ അത് 50ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു സംസ്കൃതം വാർത്താ ബുള്ളറ്റിൻ രാജ്യത്ത് സംസ്കൃതത്തിന്റെ പ്രചാരത്തിന്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സംസ്കൃതത്തെ പറ്റി പഠിക്കുന്നതിനും കാര്യമായി എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അത്തരത്തിൽ വിവിധ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിവിധ ക്യാമ്പയിനുകൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ രാജ്യം സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും വിവിധ കാര്യങ്ങൾ എടുത്തു പറയുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പരിപാടി. വിഷ്ണു, വ്യക്തമാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.